നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് മാളിക്കടവിൽ 26-കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടലോടുകൂടിയല്ല നമുക്കിത് കേൾക്കാൻ സാധിക്കുകയില്ല. ഇത്രയും വലിയ സൈക്കോപാത്തുകളുടെ കൂടെ ആയിരുന്നു നമ്മൾ എല്ലാവരും ജീവിച്ചിരുന്നത് എന്ന് പോലും ചോദിച്ചു പോവുകയാണ്. മരിച്ച ശേഷം യുവതി 3 തവണയാണ് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ തെളിവുകൾ പ്രതിയായ വൈശാഖിന്റെ ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലെ CCTVയിൽ നിന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്ന പ്രതി വർക്ക്ഷോപ്പിൽ വന്നില്ലെങ്കിൽ അവ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും വൈശാഖൻ പോലീസിനോട് പറഞ്ഞു. ബന്ധുകൂടിയായ യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയുമെന്ന ഭയം പ്രതിക്ക് ഉണ്ടായിരുന്നു. ജനുവരി 24-നാണ് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് സ്വന്തം സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം പ്രതി വൈശാഖൻ യുവതിയെ കൊലപ്പെടുത്തിയത്. ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം ഉറക്ക ഗുളിക ചേർത്ത ശീതളപാനീയം യുവതിക്ക് നൽകി. ശേഷം തൂങ്ങി മരിക്കാനെന്ന വ്യാജേന 2 കുരുക്കുകൾ തയ്യാറാക്കുകയായിരുന്നു. യുവതി കഴുത്തിൽ കുരുക്കിട്ടതിന് പിന്നാലെ സ്റ്റൂൾ ചവിട്ടി തെറിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വർക്ക്ഷോപ്പിലെ 3 മണിക്കൂറിലേറെയുള്ള ദൃശ്യങ്ങളിൽ യുവതിയെ കൊലപ്പെടുത്താൻ വൈശാഖൻ നടത്തിയ ആസൂത്രിത ശ്രമങ്ങളാണ് ഉള്ളതെന്നും പോലീസ് പറയുന്നു. ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കുടിപ്പിച്ച ശേഷം മർദ്ദിച്ച അവശയാക്കി കൊലപ്പെടുത്തിയ ശേഷം പീഡിപ്പിച്ചു. കെട്ടഴിച്ചു കിടത്തിയ ശേഷം 2 തവണ പീഡിപ്പിച്ചതായി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. പുതിയ കാമുകിയുടെ വിവരം യുവതി അറിഞ്ഞതോടെയാണ് വൈശാഖൻ കൊലപാതകം ആസൂത്രണം ചെയ്തത്. മറ്റു പെൺകുട്ടികളുടെയും ജീവിതം തകരാതിരിക്കാൻ സംഭവം പുറത്തറിയിക്കുമെന്ന് യുവതി 2 മാസം മുൻപ് വൈശാഖനോട് പറഞ്ഞു. യുവതിയുടെ പിണക്കം മാറ്റി വീണ്ടും തന്റെ വരുതിയിലാക്കാൻ പണവും ജോലിയും നൽകി. തുടർന്ന് ഫാഷൻ ഡിസൈനിങ് പഠനത്തിന് ചേർത്തെങ്കിലും യുവതി അകലം പാലിച്ചു. യുവതിയെ വശീകരിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച ആഭിചാര ക്രിയകൾ ഉൾപ്പെടെ ചെയ്തെങ്കിലും അവർ എതിർത്തു. കഴിഞ്ഞ 21-നും 22-നും 2 പേരും കല്ലായിലെ കൗൺസിലിംഗ് സെന്ററിലെത്തി സംസാരിച്ചെങ്കിലും യോജിച്ചില്ല. യുവതി കൗൺസിലറോട് ഒപ്പമുള്ളത് ഭർത്താവല്ല സുഹൃത്താണ് എന്ന് പറഞ്ഞതോടെ വൈശാഖൻ യുവതിയെ ഭീഷണിപ്പെടുത്തി. ഇതോടെ ബന്ധം തുടരാനല്ലെന്നും യുവതി പറഞ്ഞു. തലേന്ന് ഭീഷണിപ്പെടുത്തിയ വിവരം യുവതി ഡയറിയിൽ എഴുതിയത് ഫോട്ടോ എടുത്ത കൗൺസിലർക്ക് 24-ന് രാവിലെ അയച്ചു നൽകി. ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല. ഇത്തരമൊരു ഗതികേട് മറ്റു പെൺകുട്ടികൾക്ക് വരാൻ പാടില്ല. അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉത്തരവാദി വൈശാഖനായിരിക്കും. ഈ ഡയറി കുറിപ്പിൽ എഴുതി 3 മണിക്കൂറിനകം യുവതി കൊല്ലപ്പെട്ടതായി തെളിഞ്ഞു. ഡയറി കുറിപ്പ് എഴുതിയ സമയവും ഒപ്പം ഇതിലുണ്ടായിരുന്നു. ഈ ഡയറി ബാഗിൽ വെച്ചാണ് യുവതി മോരിക്കരയിലേക്ക് പുറപ്പെട്ടത്. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നേടിയ വിവരത്തെ തുടർന്നാണ് യുവതിക്ക് ഉറക്ക ഗുളിക നൽകിയത്. പ്രതി വൈശാഖനെ എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ KR രജിത്തിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഹരീഷ്, സഹദ്, ബിജു എന്നിവർ 2 ദിവസമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റകൃത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തറിഞ്ഞത്. കൊലപാതകത്തിന് ശേഷവും പ്രതി യുവതിയെ ബലാത്സംഗം ചെയ്തിരുന്നു. ജ്യൂസിൽ ഉറക്ക ഗുളിക കലർത്തി യുവതിയെ കൊണ്ട് കുടിപ്പിച്ച ശേഷം അവരെ മർദ്ദിച്ച് അവശയാക്കി. യുവതി നിർബന്ധിച്ചാണ് മരിക്കാമെന്ന തീരുമാനത്തിലേക്ക് പ്രതി എത്തിച്ചതെന്നാണ് വിവരം. ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ കേസിൽ നിർണായക വഴിത്തിരിവായിരുന്നു. 3 മണിക്കൂറിലേറെയുള്ള ദൃശ്യങ്ങളിൽ യുവതിയെ കൊലപ്പെടുത്താൻ പ്രതി നടത്തിയ ആസൂത്രിത ശ്രമങ്ങളാണുള്ളതെന്ന് പോലീസ് അറിയിച്ചു. 10 വർഷത്തോളമായി യുവതിയുമായി പ്രതി ബന്ധം പുലർത്തുന്നുണ്ട്. ഇതിനിടെ പുതിയ കാമുകിയുടെ വിവരം യുവതി അറിയുകയും ഇത് ഇരുവർക്കുമിടയിൽ സംസാര വിഷയമാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈശാഖൻ യുവതിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം സംഭവം നടക്കുന്ന ദിവസം യുവതി തന്റെ ആശങ്കകൾ ഡയറിയിൽ രേഖപ്പെടുത്തി കൗൺസിലർക്ക് അയച്ചതും വലിയ നിർണായകമാവുകയാണ്. ഡയറിക്കുറിപ്പ് എഴുതിയ സമയവും ഒപ്പം അടയാളപ്പെടുത്തിയ ശേഷം ഫോട്ടോ എടുത്ത് യുവതി കൗൺസിലർക്ക് അയക്കുകയായിരുന്നു. ഡയറി ബാഗിൽ വെച്ചാണ് സംഭവ സ്ഥലത്തേക്ക് യുവതി യാത്ര ചെയ്യുന്നത്. താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി വൈശാഖനായിരിക്കുമെന്നും വ്യക്തമായി പറയുന്നു. കുറിപ്പ് എഴുതി 3 മണിക്കൂറിനകമാണ് യുവതി കൊല്ലപ്പെട്ടതെന്ന് അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. തടമ്പാട്ട് താഴത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വൈശാഖൻ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് പോലീസ് കണ്ടെത്തി. ഇതിലെ ദൃശ്യം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. മരണശേഷം യുവതിയുടെ മൃതദേഹവുമായി വൈശാഖനും ഭാര്യയും ആശുപത്രിയിൽ എത്തിയെങ്കിലും വൈശാഖൻ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതായും പോലീസ് കണ്ടെത്തി. പ്രതിക്കൊപ്പം ഉണ്ടായിരുന്ന ഭാര്യയുടെ സംശയവും ഇടപെടലുകളുമാണ് വൈശാഖനെ കുടുക്കിയത്. ഇതിനിടെ വർക്ക്ഷോപ്പ് പോലീസ് പൂട്ടി സീൽ ചെയ്തു. ആശുപത്രി അധികൃതരും അവരുടെ സംശയം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പ്രതി കടന്നു കളയാതിരിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. പോലീസ് ക്രൈം ഫയലുകൾ 25 വർഷത്തിനിടെ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം പീഡിപ്പിച്ച 2ാമത്തെ സംഭവമാണ് ഈ മോരിക്കരയിലേത്. ചങ്ങനാശ്ശേരി കുറുമ്പനാട് മൃതദേഹത്തെ പീഡിപ്പിച്ച സംഭവമാണ് 25 വർഷം മുൻപ് നടന്നത്. കേരളത്തിന്റെ ക്രൈം ചരിത്രത്തിൽ 1/4 നൂറ്റാണ്ടിനിടയിൽ കേട്ടുകേൾവിയില്ലാത്ത ഈ നെക്രോഫീലിയ എന്ന ക്രൂരതയാണ് ഇവിടെ നടക്കുന്നത്.
കൊലപാതകത്തിന് ശേഷം മൃതദേഹവുമായി ആശുപത്രിയിലെത്തിയ വൈശാഖൻ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പ്രതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഭാര്യയും ആശുപത്രി അധികൃതരും പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് ഈ സൈക്കോ ക്രിമിനൽ കുടുങ്ങുകയായിരുന്നു. വർക്ക്ഷോപ്പിലെ 3 മണിക്കൂർ നീളുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട്.